ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. നാടൻ ചിക്കൻ ചില്ലി റോസ്റ്റ്. തനി നാടൻ റെസിപ്പിയാണ്. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ, 15 ചെറിയ ഉള്ളി, 15 അല്ലി വെളുത്തുള്ളി, ഒരു 25 എണ്ണം വറ്റൽമുളക് ചെറു ചൂടുവെള്ളത്തിൽ കുതിർത്ത് വെച്ചതായിരിക്കണം. 3 ടേബിൾ സ്പൂൺ വിനാഗിരി, ആവശ്യത്തിന് ഉപ്പ്, ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ട വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. ആദ്യമായിട്ട് ഞാൻ മിക്സിയുടെ ചെറിയ ജാർ എടുത്തു. അതിലേക്ക് ഉണക്കമുളക്, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, വിനാഗിരി, ഉപ്പ് എന്നിവ ആഡ് ചെയ്ത ശേഷം നന്നായിട്ട് അരച്ചെടുക്കുന്നു. ഇതേ രൂപത്തിൽ അരച്ചതിന് ശേഷം കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും വിനാഗിരിയുടെയും ഒക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ആ ഒരു പേസ്റ്റ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം നന്നായിട്ട് കൈ വെച്ചിട്ട് ഈ ചിക്കനിലേക്ക് ആ ഒരു മസാല പേസ്റ്റ് നന്നായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ആ ചിക്കനിലേക്ക് നല്ല രീതിക്ക് തന്നെ കൈ വെച്ച് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. അതാണ് ഇനി ചെയ്യേണ്ടത്. നല്ല രീതിക്ക് തന്നെ എല്ലാ ഭാഗത്തും പിടിക്കത്തക്ക രീതിയിൽ ആ ഒരു മസാല പേസ്റ്റ് തേച്ച് പിടിപ്പിക്കണം. കൈ വെച്ച് തന്നെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. നല്ല രീതിക്ക് തന്നെ മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഫോർക്ക് വെച്ച് കുത്തുകയോ അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് വരയുകയോ ചെയ്താൽ ഒന്നുകൂടെ അതിലേക്ക് ഇറങ്ങി പിടിക്കും. അങ്ങനെ ചെയ്താലും നല്ലതാണ്. ഇനി നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് പ്ലാസ്റ്റിക് ഫുഡ് റാപ്പ് ഉപയോഗിച്ചിട്ട് ഈ ചിക്കൻ നന്നായിട്ട് റാപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രീസറിൽ ഒരു 24 hours ഫ്രീസ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഞാനിപ്പോൾ രാവിലെ വെച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് എടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. അതേ രീതിയിൽ എല്ലാവരും ചെയ്യണം. എങ്കിലേ ആ ഒരു മസാല ആ ചിക്കനിലേക്ക് നല്ല രീതിയിൽ തന്നെ ഇറങ്ങിയിട്ട് ആ ഒരു ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും വിനാഗിരിയുടെയൊക്കെ ആ ഒരു ഫ്ലേവർ നല്ല രീതിക്ക് അതിലേക്ക് ഇറങ്ങി ചെല്ലുള്ളൂ. അത്രയും ടൈം അതിൽ ഇരുന്നെങ്കിലേ ആ ഒരു ടേസ്റ്റ് കറക്റ്റ് വരുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പിറ്റേ ദിവസം എടുത്തു. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്ക് ഓരോ ചിക്കൻ്റെ പീസ് വീതം ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അധികം ചൂട് കൂട്ടാത്ത രീതിയിൽ ഫ്ലെയിം ബാലൻസ് ചെയ്തുകൊണ്ട് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം. നല്ലൊരു മണം വരുന്നുണ്ട്. വെളുത്തുള്ളിയുടെയും ചെറിയ ഉള്ളിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട്. അത്യാവശ്യം കറിവേപ്പില ഞാൻ വെളിച്ചെണ്ണയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും റെഡിയാക്കി നോക്കുക. നല്ലൊരു റെസിപ്പിയാണ്. ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ഒക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. എല്ലാവരും റെഡിയാക്കി നോക്കുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.
എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.